നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായിട്ട് വാർത്തകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ സമയത്തും വ്യത്യസ്തമായ ഓരോ രീതികളിലുള്ള വാർത്തകളിൽ ഇടം പിടിക്കുന്നതാണ് ദുബായ്ക്കാരുടെ പ്രിയപ്പെട്ട വിക്കി ബായ്. ഇപ്പം നമ്മളോടൊപ്പം അജ്മാൻ ഫാം ഹൗസിൽ ഒത്തുചേരുകയാണ്. പുതിയ വിശേഷങ്ങൾ പറയാനായിട്ട് കുറേ ആനക്കാര്യങ്ങൾ പറയാനുണ്ട്. അതോടൊപ്പം 100ഓളം കുതിരകൾ നാട്ടിൽ കൊണ്ടുവന്ന കാര്യവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഫാമുകൾ എങ്ങനെ ഇത്തരത്തിലാണ് സംരക്ഷിക്കുന്നതെന്നും അപ്പം വിക്കി ബായുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. വിക്കി ബായ്, നമസ്കാരം. നമസ്കാരം. കൃഷിയെ സ്നേഹിക്കുന്ന മുതലാളി. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ ഫാമുണ്ട്. ഇപ്പോൾ നാട്ടിൽ ആദ്യമായിട്ട് കുതിരകൾ ഇറക്കിയത് ഏകദേശം 100ഓളം കുതിരകളാണ്. അതോടൊപ്പം നാട്ടിലെ ഹോഴ്സ് ക്ലബിലും അറേബ്യൻ ഹോഴ്സ് റേസിംഗ് ക്ലബിലും അംഗത്വമുള്ളതായിരുന്നു. എന്താണ് ഈ പ്രകൃതിയും ഇതുപോലുള്ള ഫാം ഹൗസും കുതിരകളും ജീവികളോടൊക്കെ ഇത്ര സ്നേഹം തോന്നുന്നു? ഒരു മറുചോദ്യം ചോദിക്കുന്നു. ഇപ്പോൾ UAE ജീവിക്കുന്നു, ദുബായ് എന്ന് പറയുന്ന ഒരു വലിയ ഇതിൽ താമസിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടേക്കുള്ളൊക്കെ ഓടും. ഇപ്പോൾ ഈ മരച്ചോട്ടിൽ ഇരുന്നിട്ട് ഈ ചായ കുടിക്കുമ്പോൾ കിട്ടുന്ന സുഖം വേറെ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിലോ പോയി കുടിച്ച സമയത്ത് കിട്ടിയിരുന്നു? ഇല്ലല്ലോ. മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് സമാധാനവും സ്വസ്ഥതയും. ഇത് പൈസ കൊടുത്ത് വാങ്ങാൻ കിട്ടാത്തൊരു സംഭവമാണ്. അപ്പോൾ ജീവിതത്തിൽ എന്നും ഒരു പീസ് ഓഫ് മൈൻഡും, ആ പീസ് കിട്ടുന്നത് ഏറ്റവും കൂടുതലധികം മനുഷ്യൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന സമയത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ സ്ഥലത്തും വലിയ ബംഗ്ലാവുകളോ അല്ലെങ്കിൽ വലിയ കൂറ്റൻ ബിൽഡിങ്ങുകളുടെ മുകളിലുള്ള പെൻറ്റ് ഹൗസസുകളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. ഞാൻ എല്ലാ രാജ്യങ്ങളിലും, ഞാൻ ബിസിനസ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ഈ പറയുന്ന പോലെ ഒരു ഫാം ഹൗസ് ആണ് ഞാൻ വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ പോകുന്ന സമയത്തും മനസ്സിന് ആ ഒരു കുളിർമ, ചുറ്റും പക്ഷികൾ, മരങ്ങൾ, അപ്പോൾ നമുക്ക് മനസ്സിന് കിട്ടുന്ന ആ ഒരു സമാധാനം വേറെ എന്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും, എത്ര കോടികൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് കിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളിലും ഒരു ഫാം ഹൗസ് വാങ്ങാമെന്നുള്ള കൺസെപ്റ്റ് മനസ്സിൽ വന്നത്. തീർച്ചയായിട്ടും സ്വന്തമായിട്ട് ഒരു സിനിമ ഡയലോഗ് ഞാൻ കേരളത്തിൽ വന്നാൽ അടിക്കാറില്ല, എനിക്ക് കേരളത്തിൽ സ്വന്തമായിട്ട് മാറില്ല, തമാശയ്ക്ക് പറഞ്ഞു. അതുപോലെ അത് സ്വന്തമായിട്ട് മാത്രമാണ് ഉപയോഗിക്കുന്നത് നാട്ടുകാർക്കും? അല്ല, ഡെഫിനറ്റ്ലി. ഞാൻ പറഞ്ഞത് എന്തും നമ്മളിലേക്ക് മാത്രം എന്നുള്ള രീതിയില്ല. കാരണം നമ്മുടെ ചിന്തകളെ മറ്റുള്ളവരിലേക്കും കൂടിയും എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെപ്പോലെ തന്നെ ആഗ്രഹമുള്ള പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മളിത് പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾക്കും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം കൊടുക്കാറുണ്ട്. കണ്ടമാനം ബിസിനസ് സുഹൃത്തുക്കൾ ഞാൻ വരുന്ന സമയത്ത് ഞാൻ ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങൾ കണ്ടമാനം പേര് ഇവിടെ വന്ന ആൾക്കാർ എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഇങ്ങനൊരു ആംബിയൻസ് UAE വേറെ എവിടെയും കിട്ടാറില്ല, എന്തൊരു സമാധാനത്തോടുള്ള. പല കുടുംബത്തോടു കൂടി അവർ വന്നിട്ട് ഇവിടെ സമയം ചിലവഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും ഈ ഫാം ഹൗസ് നമ്മൾ റെൻ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ മലയാളത്തിൻ്റെ തനിമയെക്കുറിച്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, കുട്ടനാടൻ പുഞ്ചയിൽ. അതെ. എങ്ങനെയാണ് ഈ പുറകിൽ കാണുന്ന ഈ പുഞ്ച എന്നൊക്കെ? പുല്ല്. അതെ. എങ്ങനെ ഇവിടെ അത് ഞാൻ പറയില്ലേ, ഈ പണ്ട് നമ്മുടെ അമ്മമാരൊക്കെ പറയുന്ന പോലെ എന്താണ്, കൈയുള്ളവൻ കയ്യൂക്ക് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കൈ കൊണ്ട് മര്യാദയ്ക്ക് പണിയെടുക്കാൻ കഴിയുന്ന ആൾക്കാർ പണിയെടുത്തു കഴിഞ്ഞാൽ ഏത് മരുഭൂമിയും ഈ പറഞ്ഞ പോലെ ഒരു പച്ചപ്പായി മാറ്റാമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവ് തന്നെയാണ് ഇവിടെ കാണുന്ന ഈ മുഴുവൻ പച്ചപ്പ്. അത് മലയാളി എന്ന് പറയുന്നതിൽ മലയാളികളായ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പക്ഷെ ഇന്ന് കാലത്ത് മലയാളികളിൽ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ നമ്മുടെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കിയെടുത്തത്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ മൃഗങ്ങളാണ്? ഇവിടെ ആക്ച്വലി നമുക്ക് എല്ലാ മൃഗങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച്, കാരണം ചില അധികം മൃഗങ്ങൾ ഈ സീസൺ ചൂടുകാലങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്കിവിടെ പശുണ്ട്, ആട്, മാനുണ്ട്, കോഴി, താറാവ്, മയിൽ, കുതിര, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇവിടെയുണ്ട് 2 കുതിരകൾ. എനിക്കിതല്ലാതെ ഒരു ഫാം വേറെ ഉണ്ട്, അവിടെ സ്റ്റഡ് ഫാമാണ്, അത് ഷാർജയിലാണുള്ളത്. അവിടെ നമുക്ക് 12 കുതിരകളുണ്ട്. അതിൽ നമുക്ക് 4 കുതിരകൾ നമ്മൾ ഇവിടെ അറേബ്യൻ ഹോർസ് സൊസൈറ്റിയിൽ രജിസ്റ്റർ ചെയ്ത കുതിരകളാണ്. എല്ലാ കൊല്ലം കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ 2 ചാമ്പ്യനായിട്ടുള്ള കുതിരകളുണ്ട്, സുൽത്താൻ എന്ന് പറയുന്നതും അതേപോലെ തന്നെ ബദർ എന്ന് പറയുന്ന ഒരു പുതിയ കുതിരേനെ ഞാൻ ചെറിയ കാറ്റഗറിയിലേക്ക് വാങ്ങിയിട്ടുണ്ട്. മറ്റുള്ള മൃഗങ്ങൾ ഇവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയും, ഫാമിൽ വരുന്ന ഫാം എന്ന് പറയുന്ന സമയത്ത് അല്ലെങ്കിൽ നേച്ചറിനോട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് മൃഗങ്ങൾ. നമുക്കിവിടെ എല്ലാ കാര്യങ്ങളും ഓർഗാനിക്കായിട്ട് കിട്ടുന്നൊരു അവസ്ഥ ഉണ്ട്. ഇപ്പോൾ പാൽ ഇവിടെ നമ്മൾ കറക്കാറുണ്ട്, അത് ആട്ടുംപാലായാലും പശുവും പാലായാലും. അതേ പറഞ്ഞ പോലെ തന്നെ കോഴിമുട്ട, താറാവ് മുട്ട നമുക്കിവിടെ ഫ്രഷായിട്ട് എല്ലാ ദിവസവും ഒരു 10-20 കോഴിമുട്ടയും താറാവ് മുട്ടയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടുള്ള സംഭവം, ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം കഴിക്കാനുള്ളൊരു ഭാഗ്യം ഇവിടെ വരുമ്പോൾ കിട്ടാറുണ്ട്.
സ്വയം പര്യാപ്തമായിട്ടുള്ളൊരു ഫാം. അതെ. തീർച്ചയായിട്ടും വിക്കി ഭായിയുടെ 2 ഫാമുകളിലും ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്, ഇവിടെയും നാട്ടിലും. അതെ. അത് കൂടാണ്ട് ഞാൻ കാണാത്തൊരു ഫാമുണ്ട്. കാണാത്ത 3 ഫാമുകളുണ്ട്. 3 ഫാമുകൾ ഇനി അത് അവസരം കിട്ടുകയാണെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം. അത് ഒരു ഫാമുള്ളത് കിർഗിസ്ഥാനിലാണ്. നമുക്ക് കിർഗിസ്ഥാനിൽ ബിസിനസ്സസ് ഉണ്ട്. അത് ഇത്രയധികം വലിപ്പമുള്ള ഫാമല്ല, അത് 2.25 ഏക്കർ സ്ഥലത്താണുള്ളത്. പക്ഷെ അതിന് വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഐസ് മലകളുടെ അതിലൂടെ പോകുന്നൊരു അരുവി ആ ഫാമിന് തൊട്ട് അടുത്തുകൂടെ പോകുന്നു. അപ്പോൾ വളരെ നല്ല ഫ്രഷ് വാട്ടർ, നല്ല തണുത്ത കോൾഡ് വാട്ടർ വരാറുണ്ട്. ഇപ്പോൾ അവിടെ ഐസ് വിടുന്ന സംഭവമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇതിൻ്റെ മുന്നത്തെ കൊല്ലം അവിടെ നിറയെ ആപ്പിൾ മരങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും നല്ല അടിപൊളി ആപ്പിൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്കൊരു നമ്മുടെ കൈ കൊണ്ട് വെക്കുന്ന സാധനങ്ങൾ ഉണ്ടാവുന്ന ഒരു സന്തോഷം വേറെ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ റോസിൻ്റെ ചെടികളുണ്ട്, ആപ്പിളും അതുപോലെ സ്ട്രോബെറിയും വെച്ചിട്ടുണ്ട്. സ്ട്രോബെറിയും അവിടെ നന്നായി വളരുന്ന സ്ഥലമാണ്. അത് ഞാൻ പറഞ്ഞില്ല, ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ് ആൾക്കാർ മീറ്റിങ്സിനോ അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെല്ലുന്ന സമയത്ത് താമസിക്കാനോ വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യാറ്. ഇനി ഇത് കൂടാതെ 2 ഫാമുള്ളത്, ഒന്ന് നേപ്പാളിലാണ്. നേപ്പാളിൽ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഒരു 3.25 ഏക്കർ സ്ഥലം. അവിടെ കാര്യമായിട്ടുള്ള കൃഷിയോ കാര്യങ്ങളൊന്നും ഇപ്പോൾ ചെയ്തിട്ടില്ല. പക്ഷേ ഈ കൊല്ലം എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കൊല്ലം അതിനുള്ളൊരു തീരുമാനങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെയുള്ള ഫാം 15 ഏക്കർ ദുരിയാൻ പ്ലാന്റേഷൻ, അത് തായ്ലൻഡിലാണ്. അപ്പോൾ ഞാൻ തായ്ലൻഡിൽ പോയിട്ട് അവിടുത്തെ ഒരു നാഷണൽ ഫ്രൂട്ടാണ് ദുരിയാൻ. അപ്പോൾ അതൊരു വളരെ പഞ്ചൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിനുള്ള സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പഠിക്കാനുള്ള ഒരു ഭാഗമായിട്ട് ഒരു 15 ഏക്കർ സ്ഥലമെടുത്ത് അതിലും ഈ പറയുന്ന പോലെ തന്നെ നടുവിലൂടെ ഒരു നല്ല അരുവി പോകുന്നുണ്ട്. പിന്നെ ഒരു വളരെ പഴയതായിട്ട് അവർ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളൊരു മരം കൊണ്ടുണ്ടാക്കിയ ഒരു എന്താ പറയുക, താമസം സൗകര്യക്കാനുള്ള ഒരു ഏരിയ ഉണ്ട്. അതെ. അപ്പോൾ ട്രഡീഷണലായിട്ട് അവർ കുറേ കാലം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല രസമാണ്, കാരണം അവിടെ അടുത്ത് തന്നെ കാടുണ്ടായതുകൊണ്ട് ആനകളൊക്കെ ഈ അരുവിയിലേക്ക് വരും. അപ്പോൾ ആ ഒരു സീനിക് ബ്യൂട്ടി വളരെയധികമാണ്. പക്ഷേ കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഏകദേശം 7 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാലേ അവിടേക്ക് എത്താൻ കഴിയുള്ളൂ. പക്ഷേ നേപ്പാൾ എന്ന് പറയുന്ന രാജ്യത്ത് ഒന്നാമത് അവിടുത്തെ ജനങ്ങൾ വളരെയധികം ഈ പറയുന്ന മണ്ണിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർക്കൊരു മടിയില്ല. അപ്പോൾ ഇവിടെയും ഈ ഫാമിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇത്രയധികം മനോഹരമാക്കിയിരിക്കുന്ന നേപ്പാൾ എന്നുള്ള ഒരു ഫാമിലിയാണ്. അവർ വന്നതിന് ശേഷമാണ് ഇവിടെ ഇത്രയധികം പൂക്കളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള അതിനെക്കാട്ടും കൂടുതലായിട്ടുള്ളൊരു സംഭവം വന്നിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ രാജ്യത്ത് പിന്നെ അവിടെ ലേബർ കുറേയും കൂടിയും ചീപ്പറാണ്, ആൾക്കാർ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വ്യവസ്ഥയിലാണ് നമ്മൾ നേപ്പാളിൽ വെച്ചിട്ടുള്ളത്. പിന്നെ അതോട് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞത് നമ്മുടെ വൈഫ് ഹൗസ് ഉണ്ട്. അപ്പോൾ ആ ഭാഗമായിട്ട് ഇടയ്ക്ക് അവിടെ പോകുന്ന സമയത്ത് അങ്ങനെ ഒരു സ്ഥലം വേണമല്ലോ. ഇപ്പോൾ പലരും ഫാമുള്ള എല്ലാ സ്ഥലത്തും വൈഫ് ഹൗസ് ആണോ എന്ന് ചോദിക്കുന്ന അവസ്ഥയായി മാറും. അടുത്തത് ആഫ്രിക്കയിലാണ് പ്ലാന്. മറ്റൊരു കാര്യം, വാർത്തകളിലൊക്കെ ഇടം പിടിച്ച നമ്മുടെ ഗുരുവായൂർ താറിലേലം, പിന്നെ അതുപോലെ മണ്ഡപം ഒക്കെ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്ന രസകരമായിട്ടുള്ള ഒരുപാട് നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ കാറുകൾ പിന്നെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തു? ആ 14 കാറുകൾക്ക് ശേഷം ഇല്ല. 14 കാറുകൾക്ക് ശേഷം ഞാൻ പറയാം, നമുക്കൊരു റെൻ്റേ കാർ കമ്പനി ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ള വാഹനങ്ങളുടെ ഒരു ആഡിങ്, ഒരു ലക്ഷറി കാർ റെൻ്റൽ കമ്പനി ഞാൻ വേറെ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അതിലേക്ക് വാഹനങ്ങൾ ആഡ് ചെയ്യാം. 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെയിൻ്റനൻസ് വളരെ ബുദ്ധിമുട്ടാണ്. മെയിൻ്റനൻസ് പറയുമ്പോൾ ഞാൻ യാത്രകൾ വളരെയധികം കൂടുതലാണ്. ആ സമയങ്ങളിൽ ഈ വാഹനങ്ങളെല്ലാം ഓടിക്കാൻ ഉള്ള ആൾക്കാർ വളരെ കുറവ്. അപ്പോൾ നമ്മൾ വീട്ടിലാണെങ്കിലും 1-2 വാഹനം മാക്സിമം. പിന്നെ ഞാനും ഒരു മാസത്തിൽ 15-16 ദിവസത്തോളം ഒക്കെ എപ്പോഴും പുറത്ത് തന്നെ, ഒരു പകുതിക്ക് മുകളിൽ ദിവസങ്ങൾ പുറം രാജ്യങ്ങളിലെ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് വേറെ പുതിയ കാറുകളൊന്നും ആഡ് ചെയ്തിട്ടില്ല. 2 വാഹനങ്ങളിപ്പോൾ നമ്മൾ വേറെ എൻ്റെ ഒരു സുഹൃത്തിന് ഞാൻ കൈമാറി. ഇപ്പോൾ 12ലേക്ക് അത് എന്താ പറയുക, കയ്യിലുള്ള വാഹനം എന്നുള്ള രീതിയിൽ ഞാൻ കയ്യിൽ വെച്ചിട്ടുണ്ട്. ഇത്രയും രാജ്യങ്ങളിലും ബിസിനസ്സും പല ഭൂഖണ്ഡങ്ങളിലൊക്കെ ഇങ്ങനെ പോയിട്ട് വരുമ്പോഴത്തേക്കും UAE എന്നുള്ളതൊരു പ്രത്യേക വികാരമായിട്ട് മനസ്സിൽ നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്താണ്? ഇപ്പോൾ ഏതൊരു മലയാളിക്കും, അല്ലെങ്കിൽ മലയാളി എന്ന് പറയാം, ഇന്ത്യക്കാരനെക്കാട്ടും കൂടുതൽ മലയാളിക്ക് എല്ലാവരും ഇപ്പോൾ പറയുന്നത് ഞങ്ങളുടെ സെക്കൻഡ് ഹൗസ് അല്ലെങ്കിൽ മദർലാൻഡ് കഴിഞ്ഞാൽ സെക്കൻഡ് മദർലാൻഡ് ആണെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് UAE. അത് 2 കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ലോകത്തിലുള്ള എല്ലാ ഭാഗങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി, രണ്ടാമത് ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും വസിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്ന UAE ആണ്. കാരണം 190 രാജ്യങ്ങളിൽ, എനിക്ക് തോന്നുന്നു 176 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ ജീവിക്കുന്നു എന്ന് പറയുന്നു. അത്രയും വലിയൊരു കണക്ടിവിറ്റിയും, പിന്നെ ഞാൻ പറഞ്ഞു ഒരു നമ്മുടെ ഭൂഖണ്ഡത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു സെൻട്രലി പ്ലേസ്ഡ് ആണ്. പിന്നെ അതേപോലെ എയർലൈൻസസും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകുന്ന സമയത്ത്
നമുക്കതിനോടുള്ളൊരു കാര്യങ്ങൾ, പിന്നെ ഇവിടുത്തെ ലോ, സെക്യൂരിറ്റി, സേഫ്റ്റി, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അതിനെ അനുയോജ്യപ്പെടുത്തുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി അതാണ്. പിന്നെ ചെറുപ്പകാലത്തിൽ തന്നെ നമ്മൾ ഏറ്റവും എന്താ പറയുക വന്ന് ചേർന്ന ഒരു സ്ഥലം UAE ആണ്. അപ്പോൾ ഇവിടുത്തെ ആ മണ്ണിനോടുള്ള ആ ഒരു ഇത് ഇത്രയും കാലഘട്ടം, അപ്പോൾ നമ്മൾ പറയില്ലേ ചെറുപ്പത്തിൽ പറയുന്ന നമ്മളെ നല്ലൊരു കാലഘട്ട സമയം നമ്മളിവിടെ ചിലവഴിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 13 20 കൊല്ലം തികയാണ് UAE-യിൽ. 3-4 കൊല്ലം ഇവിടെ വന്ന് വർക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കി തിരിച്ചു പോകാമെന്ന് പറയുന്ന എല്ലാ മലയാളിയെ പോലെയും വന്നുള്ളൊരു വ്യക്തിയാണ് ഞാനും. പിന്നെ അങ്ങനെ വന്ന് ഇപ്പോൾ 20 കൊല്ലം കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ വളരെ അത്ഭുതപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മുടെ സിനിമയുടെ കാര്യങ്ങൾ. സിനിമ, ആദ്യ സിനിമ കഴിഞ്ഞു, രണ്ടാമത്തെ പടം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉണ്ട്. വെൽത്തായി മൂവീസ് എന്നും വെൽത്തായി മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് മ്യൂസിക് ആൻഡ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഇവൻറ്റ്സിൻ്റെ അടിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു. നമുക്ക് അടുത്തൊരു ഇവൻറ്റ് പോലെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയാം, ഇതൊരു ബേസിക്കലി ഒരു ട്രാവൽ ആൻഡ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ കോർപ്പറേറ്റ് കമ്പനീസിൻ്റെ ഇവൻറ്റ്സും ബാക്കിയുള്ള കാര്യങ്ങളാണ് ഒരു വലിയ ടൂർ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിലെ എല്ലായിടത്തും കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇവൻറ്റ്സുകൾ ഓർഗനൈസ് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. മ്യൂസിക് എന്നുള്ളത് ചെറുപ്പകാലം തൊട്ട് തന്നെ ഞാൻ പറയും പാട്ടിനോടും കലാകാരന്മാരോടും ഒക്കെ ഉള്ള താല്പര്യത്താൽ നമുക്ക് കുറച്ച് ഭക്തിഗാനങ്ങളും അതേപോലെ നല്ല കുറച്ച് ഗാനങ്ങളൊക്കെ നമുക്ക് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ മുകളിലാണ് മ്യൂസിക് ആൻഡ് ഇവൻറ്റ്സ് പറഞ്ഞ കമ്പനി നമ്മൾ നാട്ടിൽ രജിസ്റ്റർ ചെയ്തത്. ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പോൾ സെക്കൻഡ് മൂവി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് തമിഴ് മൂവിയാണ്, എന്നെ വിലയെന്നാണ് പേര്. അപ്പോൾ അത് ഈ വരുന്ന കാസ്റ്റ് നിമിഷ സജയനാണ് മലയാളത്തിലുള്ള സംഭവം. പിന്നെ കരുണാസ് എന്ന് പറയുന്ന പഴയ തമിഴ് നടനാണ് മെയിൻ റോളായിട്ട് വരുന്നത്. പിന്നെ തമിഴിൽ അതിലുള്ള കുറേ ആക്ടേഴ്സ്, ഇവരാണ് മെയിൻ ലീഡിങ് റോളിൽ വരുന്ന 2 ആക്ടേഴ്സ്. ഒരു എന്താ പറയുക, ഒരു മുക്കുവ സമുദായത്തിൽ വരുന്ന ഒരാളുടെ, ഒരു മനുഷ്യനുള്ള എന്ത് വിലയാണ് നമ്മുടെ കോടതിയായാലും അല്ലെങ്കിൽ ഭരണകൂടം നൽകുന്നതെന്ന് തന്നെ ആസ്പദപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റോറിയാണ്. പ്രൊഡക്ഷനെല്ലാം കഴിഞ്ഞു. ഒരു കുറച്ച് ഭാഗം ഒരു സീൻസ് എടുക്കാനുള്ളതുണ്ട്. അതും കൂടി കഴിഞ്ഞപ്പോൾ ഓൾറെഡി എഡിറ്റിംഗ് ഇതിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ജനുവരിയിൽ റിലീസ് ചെയ്യാമെന്നുള്ള രീതിയിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ഈ മൃഗങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഇപ്പോൾ 30 കുതിര നാട്ടിൽ വന്ന് ടോട്ടൽ 100 കുതിരകൾ എടുത്തിട്ടുണ്ട്. ഈ ആനകളുടെ കാര്യം, എത്ര ആനകളാണ് ഉള്ളത്? ആനകൾ ആദ്യമായിട്ട് സ്വന്തമാക്കുന്നത് എപ്പോഴാണ്? ആനകൾ സ്വന്തമാക്കുന്നത് ഞാൻ പറഞ്ഞു, ആനകളോട് താല്പര്യം പണ്ടേ ഉണ്ടായിരുന്നു. പക്ഷെ സ്വന്തമായി വന്നത് കൊറോണ സ്റ്റാർട്ടിങ് സമയത്താണ്. കാരണം കൊറോണ കാലത്ത് കണ്ടമാനം ആൾക്കാർക്ക്, ഞാൻ പറയാം, ആന എന്ന് പറയുന്നത് വളരെ ഒരു എക്സ്പെൻസീവ് മെയിൻ്റനൻസ് ഉള്ള ഒരു ജീവി കൂടിയാണ്. അപ്പോൾ കണ്ടമാനം ആൾക്കാർ ഇതിനെ സാമ്പത്തികമായ വരുമാനങ്ങളില്ലാതെ ഇതിനെ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൾ വന്ന ആ സമയത്താണ് ആദ്യമായി ആനകളെ വാങ്ങിയത്. അന്ന് 3ഓളം ആനകളെ വാങ്ങി, പിന്നെ ഒരു പിടിയാനെ വാങ്ങി. അതിലിപ്പോൾ കഴിഞ്ഞ കൊല്ലം ഒരു ആന ചെരിഞ്ഞു, ബാക്കി ആനകൾ ഇപ്പോഴും ഉണ്ട്. ഇന്നിപ്പോൾ വീണ്ടും നമ്മുടെ എന്താ പറയുക ഹൈക്കോടതി വിധി അനുസരിച്ചിട്ട് കണ്ടമാനം എന്താ പറയുക പുതിയ റൂൾസ് വന്നിട്ടുണ്ട് എഴുന്നള്ളിപ്പിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം. അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ആനയുടെ ഇതുകളൊക്കെ വളരെ, ഇപ്പോൾ ഞാൻ പറയാം, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊന്നും ഇപ്പോൾ ആനകളെ കൊണ്ടുവരാനുള്ള പെർമിഷൻസോ കാര്യങ്ങളോ ഇല്ല. ഏകദേശം 10-20 കൊല്ലം മുന്നെയാണ് അവസാന ആനകൾ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ പറയും, നമ്മൾക്ക് പിന്നെ ആ ഒരു സാമ്പത്തിക വരുമാനത്തിനേക്കാട്ടും കൂടുതൽ ആ ഒരു മൃഗത്തിനോടുള്ള താല്പര്യത്തിൻ്റെ മുകളിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. അതിപ്പോൾ ആനയിലും കുതിരയിലും സാമ്പത്തിക ലാഭങ്ങളൊന്നും ഇങ്ങോട്ടേക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ഗ്രന്ഥങ്ങളിലെല്ലാം പറയുന്നത് 1000 മനുഷ്യന് ഊട്ടുന്ന ഫലമാണ് ഒരു കുതിരയ്ക്ക് ഭക്ഷണം കൊടുത്താൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അതിനൊരു ഭാഗ്യം വേണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാട്ടിൽ 63 കുതിരകളും ഇവിടെയും കൂടിയായിട്ട് 100 കുതിരകളുടെ അടുത്ത് നമുക്കിപ്പോൾ കയ്യിലുണ്ട്. അപ്പോൾ അതൊരു ഭാഗ്യം. അതിനും എന്താ പറയുക, ഈശ്വരനൊരു ഭാഗ്യം തരണമല്ലോ. നമുക്ക് കുറേ ആൾക്കാർക്ക് കൊടുക്കുന്ന പോലെ കുറേ മൃഗങ്ങളെ നോക്കാനുള്ള ഭാഗ്യം എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് അതിനുള്ള കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം. നോർത്ത് ഇന്ത്യ, മംഗോളിയ, കസാക്കിസ്ഥാൻ, കിർഗിസ്ഥാനിലൊക്കെ പോയി അറിയാം. കാരണം അവിടെ ഒരു കുടുംബത്തിൻ്റെ ജീവിതം ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ മൃഗത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മൃഗത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ പറയാം, അപ്പോൾ ഒരു മൊത്തം കുടുംബത്തിനെ കാത്തുകൊള്ളുന്നൊരു മൃഗമായിട്ടാണ് ഞാൻ കുതിരയെ കാണുന്നത്. അത്രയ്ക്കും അധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സംഭവം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പശുവിനെ പോലെയാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഒരു കുതിര എന്ന് പറയുന്നത്. നമ്മളൊരു പശുവിനെ നാട്ടിൽ കാണുന്നത് വളരെയധികം എന്താ പറയുക, ഒരു എന്താ പറയുക, നമുക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ഹിന്ദു കൾച്ചറിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗോമാത എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്പിരിച്വൽ വാല്യൂ ഉള്ള മൃഗത്തിനെ പോലെ തന്നെയാണ് മറ്റ് രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുതിരേനെ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഓണപരിപാടി, നാഷണൽ അനുബന്ധിച്ചിട്ടുള്ള പരിപാടിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു.
അതിൽ എഴുന്നള്ളത്തിന് കൊണ്ടുവന്നത് മോട്ടറൈസ്ഡ് ആനകൾ, റോബോട്ടിക്കാണ്. റോബോട്ടിക് ആനകളാണ്. ഈ അധികം വൈകാതെ കേരളത്തിലും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വേണ്ടി വരും. അല്ല, അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത്, കാരണം ഇപ്പോൾ തന്നെ പൊതു ഫംഗ്ഷനുകളിലും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ആനയെ എഴുന്നള്ളിക്കാനുള്ള പെർമിഷൻസോ കാര്യങ്ങളോ വനംവകുപ്പ് കൊടുക്കുന്നില്ല. ഇപ്പോൾ പല ആനകളുടെ രൂപത്തിലുള്ള റോബോട്ടിക് ആനകൾ വന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽക്ക് എനിക്കും തോന്നുന്നത് വളരെ അടുത്ത ഫ്യൂച്ചറിൽ തന്നെ ഈ പറയുന്ന റോബോട്ടിക് ആനകളായി മാറും എന്നതിന് തന്നെയാണ് ഞാനും കണക്കാക്കുന്നത്. ഇല്ലില്ല, ആനകളുടെ എണ്ണം വളരെ ഗണ്യമായി കുറഞ്ഞു. എന്ന് വെച്ചാൽ 1000-ൻ്റെ പുറമേ ഉണ്ടായിരുന്ന ആനകളിൽ നിന്ന് ഇപ്പോൾ 100-400ഓളം ആനകളെ ബാക്കി നാട്ടാനകൾ ജീവിച്ചിരിപ്പുള്ളൂ. അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ 100-150 ആനകളിനെ എഴുന്നള്ളിപ്പിനോ ബാക്കിയുള്ള കാര്യങ്ങൾക്കോ ആയിട്ടുള്ള സിസ്റ്റമായി പറ്റുന്ന ആനകളുള്ളൂ. നമ്മളുടെ കേരളത്തിൽ ഇത്രയധികം ക്ഷേത്രങ്ങളും ഓരോ ക്ഷേത്ര ആചാരപ്രകാരം ഓരോരോ ക്ഷേത്രങ്ങളിൽ ഇത്രയധികം ആനകൾ നമ്മൾ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഇപ്പോഴുള്ള ആനകളെ കൊണ്ട് ഇത്രയധികം ക്ഷേത്രങ്ങളിലുള്ള എഴുന്നള്ളിപ്പുകൾ ഒരിക്കലും എടുക്കാൻ കഴിയില്ല. ആനകളുടെ പരിപാലനവും അത്രയും ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പരിപാലനത്തിനേക്കാട്ടും കൂടുതൽ പുതിയ പുതിയ റൂൾസിനെ കൊണ്ട് വരുന്ന സമയത്ത്, പിന്നെ പഴയ കാലത്തെ പോലെയല്ല. ഇന്നിപ്പോൾ ഒരു ആന പരിപാലന രംഗത്ത് വരുന്ന പുതിയ ആൾക്കാരായാലും ബാക്കിയുള്ള ആൾക്കാരായാലും, പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, ആനച്ചോറ് കുലച്ചോറ് എന്നാണ്. നമ്മൾ കൊലച്ചോറ് എന്ന് പറയും, കൊല അല്ല കുലച്ചോറ് എന്നാണ്. ഒരു കുലത്തിന് ഒരു വീടിൻ്റെ മൊത്തം വരുമാനം വരുന്നത്. പണ്ട് കാലത്ത് ഒരു ആനേനെ ഒരു പാപ്പാൻ എരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആന ഒരു കൊല്ലം ഈ പാപ്പാൻ്റെ വീട്ടിലും ഇയാളുടെ കൂടിയാണ്. ഓണറിൻ്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ടല്ല ഉള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും കൂടെ നടക്കുന്ന 2 ആൾക്കാരുടെയും ജീവിതം ഫുള്ള് പോകുന്നത് ആ ആനയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ്. കൂപ്പിൽ തടി പിടിക്കുകയാണെങ്കിലും ഇല്ലെങ്കിൽ അമ്പലങ്ങളിലെ ഉത്സവങ്ങളാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരു കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ വളരെയധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളെല്ലാം വന്നു, നിബന്ധനകൾ വന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആനകൾക്ക് തന്നെ കണ്ടമാനം രോഗങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഇന്നത്തെ പുതിയ പിള്ളേർക്ക് അതിനെ നോക്കാനുള്ള ഒരു ഹരം കൊണ്ട് വരുന്നു. പക്ഷേ ഞാൻ പറയേ, പിന്നെ ഇന്നത്തെ ജനങ്ങൾക്കും ഞാൻ പറയും ഒരു ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ജനതയാണ് ഇന്ന് കേരളത്തിലുള്ളത്. പല കാരണത്തെ കൊണ്ടാവാം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമുക്ക് ആനയെ കാണുന്ന സമയത്ത് ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇന്നിപ്പോൾ നമ്മളെ ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള ജനതയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അത് ഞാൻ പറയാതെ തന്നെ അറിയാം. കേരളത്തിലും ലഹരിയുടെ യൂസേജ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വയമല്ലാതെ ഇരിക്കുന്ന ഒരു ജനതയുടെ ഇടയിലേക്ക് ഇത്ര വലിയൊരു ജീവിയെ കൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഞാനും കരുതുന്നത് അങ്ങനെ പല ആപത്തുകളിൽ നിന്നും മറ്റുള്ളവരൊരു മനുഷ്യൻ്റെ ജീവൻ പോകാൻ അധികം നിമിഷമൊന്നും വേണ്ട ഒരു ആനയുടെ മുന്നിൽ. അപ്പോൾ അങ്ങനെ ആയി വരുന്ന സമയത്ത് ഇനി മോൾക്ക് കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരും എന്നുള്ളതാണ്. അതിന് മെയിനായിട്ടുള്ള കാരണം നമ്മൾ തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ ചിട്ടവട്ടത്തോട് കൂടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ചിട്ടവട്ടത്തിന് കാരണം എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാം ചിട്ടവട്ടത്തോട് ജീവിച്ചിരുന്ന മനുഷ്യന്മാരാണ്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ചിട്ടവട്ടങ്ങളോ ബാക്കിയുള്ള കാര്യങ്ങളോ ഇല്ല. നമുക്ക് തന്നെ ഒരു ഓർഗനൈസ്ഡ് ലൈഫല്ല ഇന്നത്തെ. നമുക്ക് ഒരു കുട്ടികളിലേക്ക് ആർക്കും കൺട്രോളിങ് ഇല്ല. അപ്പോൾ ഒന്നിനെയും പറയാൻ പറ്റുന്നില്ല. ഞാനൊക്കെ ചെറുപ്പകാലങ്ങളിൽ പോകുന്ന സമയത്ത് നമുക്കറിയാം ഓരോ ആചാരങ്ങളായാലും അനുഷ്ഠാനങ്ങളായാലും. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല. എന്തിനും വെല്ലുവിളിക്കുന്നൊരു ലോകം, എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് തോന്നുകയുള്ളൂ. അപ്പോൾ ഞാൻ പറയും ഒരു റിബല്യൻ ടൈപ്പായി മാറിക്കഴിഞ്ഞു മനുഷ്യന്മാർ. അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്നൊരു ഇനി കാലങ്ങളിലേക്ക് ബുദ്ധിമുട്ടാവുമെന്നാണ് ഞാനും കരുതുന്നത്. ബെറ്ററായിട്ടുള്ളത് തിരിച്ച് എന്താ പറയുക പ്രതികരിക്കാത്ത റോബോട്ടിക് ആനകൾ തന്നെയായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ആനകളെ നമുക്ക് ഇണക്കാൻ പറ്റില്ല, മെരിക്കാനേ പറ്റുള്ളൂ എന്നൊരു പഴഞ്ചൊല്ലി കഴിച്ചിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഏത് ജീവിയെയും സ്നേഹം കൊണ്ട് തോൽപ്പിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞാൻ പറയാം, ഈ പറയുന്ന ജീവികളെല്ലാം ഒരു വൈൽഡ് അനിമൽസ് എന്ന് പറയുന്നത്. ഈ വൈൽഡ് എന്ന് പറയുന്നത് ഇപ്പം മനുഷ്യനെയും വേണമെങ്കിൽ വൈൽഡ് അനിമൽ എന്ന് പറയാം. ഇന്ന് കാലത്ത് ഒരു മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. കാരണം അവരുടെ ബിഹേവിയർ തന്നെ വൈൽഡാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലഘട്ടങ്ങളിലുള്ള പല സംഭവങ്ങളെ നമ്മൾ നേരിട്ട് കാണുകയാണെങ്കിൽ തന്നെ അറിയാം. സാധാരണ ഇതിലൊരു മനുഷ്യൻ ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണെന്ന് പല മനുഷ്യന്മാരും ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്ന പോലെ അവരുടെ ഒരു ഇൻസ്റ്റിൻറ്റും നമുക്ക് ഒരിക്കലും പറയാൻ കഴിയാത്ത സംഭവമാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ സ്നേഹിച്ചാൽ, അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ അങ്ങോട്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ അത് 10 ഇരട്ടി നമ്മളെ ഇങ്ങോട്ട് സ്നേഹിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പോലെ പല മൃഗങ്ങളുമായിട്ട് വളരെ ഇടപഴകി നിൽക്കുന്നതുകൊണ്ട് എനിക്കറിയാം, അതിലിപ്പോൾ കുതിരയായാലും നായയായാലും ആനയായാലും ഒക്കെ ആ ഒരു സ്നേഹത്തിന് തിരിച്ച് സ്നേഹം എന്തായാലും തരുന്ന ജീവികൾ തന്നെയാണ്. നമുക്ക് നമ്മുടെ പെറ്റ് മൃഗങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ്. നമ്മളത് വളരെ ഓമനത്തെക്കൂടെ വളർത്തും. അത് പട്ടിയായാലും പൂച്ചയായാലും ഒക്കെ. ഈ 100 കണക്കിന് മൃഗങ്ങളുള്ളപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അവ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അവയെ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും? അല്ല, അദ്ദേഹം പറഞ്ഞത് മനസ്സിൻ്റെ വലിപ്പത്തിനനുസരിച്ചിട്ടാണല്ലോ ഓരോ മനുഷ്യൻ്റെ സംഭവങ്ങൾ. ഇപ്പോൾ ഒരാൾക്ക് ഒന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം, ചില ആൾക്കത് കൂടുതൽ കാണുന്ന സമയത്ത് ഓക്കെ എന്ന് പറയാം. വാഹനത്തെ പോലെ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ എനിക്ക്
ഇത്രയധികം വാഹനങ്ങളുണ്ടെങ്കിലും അതിൽ ഒരു വാഹനം വളരെ പ്രിയമുള്ളത്, അതിൽ വെച്ചൊരു വാഹനം പ്രിയമുള്ളതെന്ന് ഞാൻ പറയാറുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെ മൃഗങ്ങളിലും നമ്മളുടെ അടുത്ത് ഏറ്റവും കൂടുതലധികം ഇഷ്ടം തോന്നുന്നതോ അല്ലെങ്കിൽ നമ്മളധികം ഏറ്റവും കൂടുതലധികം എന്താ പറയുക മിങ്കിൾ ചെയ്ത് പോരുന്നൊരു മൃഗത്തിനോട് എനിക്കും താല്പര്യമുണ്ട്. ഇപ്പോൾ എൻ്റെ ആനകളിൽ ഒരു ആന ഉണ്ടായിരുന്നു, വിഘ്നേശ്വരൻ എന്ന് പറഞ്ഞിട്ട്. അത് എനിക്ക് മാത്രമല്ല എൻ്റെ നാട്ടിലത്തെ എല്ലാ ആൾക്കാർക്കും പ്രിയങ്കരനായിരുന്നു. ചെറിയ ചെറിയ കുട്ടികൾക്ക് വരെ കൊണ്ടു നടക്കാൻ കഴിയുന്നൊരു ആനയായിരുന്നു. കഴിഞ്ഞ കൊല്ലം ആന ചെരിഞ്ഞു. പക്ഷേ ഞാൻ പറയാം, അപ്പോൾ അങ്ങനെ ആ ഒരു മൃഗത്തോടൊരു ഇഷ്ടം, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അതിനോടൊരു ഇഷ്ടം എന്നുള്ളതുണ്ട്. പക്ഷേ എനിക്ക് പണ്ടേ എന്താ പറയുക, എന്തിനേയും കുറേ അധികം കാണുന്നതിൽ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന് പണത്തോട് ആഗ്രഹമുള്ള പോലെ തന്നെ എനിക്കിങ്ങനെ പറഞ്ഞ ജീവികളോടും ആഗ്രഹങ്ങൾ കൂടുതലാണ്. ഈ പല പല സ്ഥലത്തായിട്ടാണ് നമ്മുടെ മൃഗങ്ങളൊക്കെ പാർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ മൃഗങ്ങൾക്ക് പൊതുവെ കാണശക്തി കൂടുതലാണ്. അപ്പോൾ വിക്കിഭായി പോകുന്ന സമയത്ത് വിളിക്കാറൊക്കെ ഉണ്ടോ? അല്ല, അങ്ങനെയല്ല. ഇതിപ്പോൾ ഇതിൽ ഞാൻ പറയില്ലേ, ഇതിൽ 2-3 കാര്യങ്ങളും കൂടിയും ഈ പറയുന്ന ഒരു സംഭവത്തിലുണ്ട്. ഞാൻ കണ്ടിടത്തോളം ഒരു മൃഗം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം കൂടിയാണ്. ഞാൻ ഈ പറയുന്ന 3ഓളം ഫാമുകളിൽ എനിക്ക് ഏകദേശം 21 സ്റ്റാഫ് എനിക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 21 പേരുടെ കുടുംബത്തിൻ്റെ ഉപജീവന മാർഗം ഈ മൃഗങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് മൃഗം എന്നെ തിരിച്ചറിയുന്നു, അല്ലെങ്കിൽ ഞാൻ പോകുന്ന സമയത്ത് ഇതിനെക്കാട്ടും കൂടുതൽ ആ 21 പേരുടെ കുടുംബം എന്നെ എന്നും സ്മരിച്ചുകൊണ്ടാണ്. അതിനുള്ള കാരണക്കാരനായിരിക്കുന്നത് ഈ മൃഗങ്ങളാണ്. അതിൻ്റെ ഒരു പുണ്യമാണ് ഏറ്റവും വലിയ പുണ്യമെന്ന് ഞാൻ കരുതുന്നു. ഇതിൽ അവസാനമായിട്ട് ഒരു കാര്യം ചോദിച്ചിട്ട്, വെൽത്തെ ഗ്രൂപ്പിന് കീഴിൽ ഏകദേശം 10-ലധികം കമ്പനികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. എന്തൊക്കെയാണ് നിലവിലെ ഇത് ഫ്യൂച്ചർ? പുതിയ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിൽക്കുന്നതായിട്ടുള്ള കമ്പനികൾ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്കും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. പുതിയ വെഞ്ചറായിട്ട് ഒരു കാര്യം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏവിയേഷനിൽ ഈ കൊല്ലം നമ്മൾ കാൽ വെക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഓൾറെഡി കമ്പനി രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ആകാശിൻ്റെ കാര്യമാണോ? അല്ല, അക്വയർ ഏവിയേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ചാർട്ടർ ഫ്ലൈറ്റ്സസും അതേപോലെ തന്നെ സർവീസസും അവൈൽ ചെയ്യാമെന്നുള്ളൊരു സംഭവം. ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലുള്ള ഒരു പ്രൈസ് റേസിൻ്റെ ഒരു അധികമായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ പല ബിസിനസ്സുകാരുടെ മൂവ്മെൻറ്റ്സും അവരുടെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളെല്ലാം കണ്ടുകൊണ്ട് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിങ്ങൾക്കറിയാം കണ്ടമാനം എന്താ പറയുക ഫുട്ബോൾ മാച്ചസും ബാക്കിയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ കൺസേർട്സുകളും അതേപോലെ മീറ്റിങ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ഭാഗമായിട്ട് നമ്മളൊരു ഏവിയേഷൻ സർവീസസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. എയർപേ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. നമ്മളത് ഞാൻ പറയാം ഈ കൊല്ലം ഒരു എക്സ്പാൻഡഡ് മാർക്കറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ നോക്കുന്നത് ആഫ്രിക്കൻ മാർക്കറ്റ്സിനും കൂടിയാണ്. ഞാൻ ജീവിതത്തിൽ ഇന്നേ വരെ അവിടെ പോയിട്ടില്ല. പക്ഷേ ഇപ്പോൾ അത് ഈ കൊല്ലം നമുക്ക് ആഫ്രിക്കൻ മാർക്കറ്റ്സിലേക്ക് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവിധ ഭാഗങ്ങളും വരുന്നു. താങ്ക് യു. അടുത്ത എത്രയും പെട്ടെന്ന് 3 ഫാം കൂടെ നമ്മൾ വിസിറ്റ് ചെയ്യും. ഡെഫിനറ്റ്ലി അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടാവട്ടെ, പ്രത്യേകിച്ച് തായ്ലൻഡിലേക്ക്.